ഗായ്സ്, അപ്പോൾ ഈ ഓടിപ്പോയ ഭാർഗവി നമുക്ക് വിളിച്ചു വരുത്താം. ഓക്കെ, ബീസ് 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 വാ 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 വാ. അതാ വരുന്നത്, അതാ. അയ്യോ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഒരാൾ രാവിലെ തന്നെ വീട്ടിൽ വന്നു ഗൈസ്. ആരെന്നറിയാമോ? എന്തോടാ യവന് പാറയിൽ പോണോ? കുറെ നാളുകൊണ്ട് എന്റെ കൂടെ പറയുന്നതാണ്. ഇന്നലത്തെ വ്ളോഗ് കൂടെ കണ്ടവന്മാരെ കൊണ്ട് കളവി അല്ലേടാ. ഇപ്പൊ തന്നെ പോണം. എന്റെ കൈ പൊളിഞ്ഞേ. അയ്യോ, അതിലെ സിനിമയില് സിദ്ദിഖ് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എന്തോന്നത്? കൊച്ചുങ്ങൾ എന്നാങ്കിലും ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞു തന്നാ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ അത് നടത്തി കൊടുക്കണം. അങ്ങനെയില്ലേ അതിന്റെ മോട്ടിവേഷൻ? ആ സിനിമ നീ കണ്ടില്ലേ? ആൺമരിയെ കലിപ്പില്ലാണ്, കണ്ടില്ലേ? അപ്പൊ ഇവൻ കാണാത്ത തന്നെ ആ ഡയലോഗാണ് എനിക്ക് പോകാറ് പറഞ്ഞത്. കേറിപ്പോ. മതി. ഇത് വേറെ പാറയാണ്. ഇത് ഇവിടെയുള്ള ഒരു ചെറിയ പാറയാണ്. സത്യം പറഞ്ഞ ഇവിടെ പാറയുടെ ഏരിയയാണ്. കഴിഞ്ഞ് അപ്പുറം നോക്കിക്കഴിഞ്ഞാൽ അവിടെയുണ്ട് വേറൊരു പാറ. നിനക്ക് ഇനി എന്ന് എക്സാം ചെയ്യണം? 26-ാം തീയതി. മൊത്തം എത്ര വിഷയമുണ്ട് 6ാം ക്ലാസ്സിൽ? എത്ര? 8 വിഷയോ? ഓക്കെ. ഇന്നലെ ഒരു കമന്റ് വന്നായിരുന്നു, അതായത് മൂക്കിന്റെ അടുത്തോണ്ട് ഞാൻ വ്ളോഗ് എടുക്കലെന്ന് പറഞ്ഞൊരു കമന്റ് വന്നായിരുന്നു. അപ്പോൾ ആ ഒരു കമന്റിന്റെ സാധനം ഞാൻ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ ഒരു കാര്യം ചെക്ക് ചെയ്യണം. മാറ്റിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ ബാക്ക് ക്യാമറയിൽ എടുക്കണം. അതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിൽ നിന്ന് എന്ത് വിഷ്വലാണ് പറയുന്നത് എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ണിക്കുട്ടനോട് ചോദിച്ചാണ്, ഉണ്ണിക്കുട്ട കറക്റ്റ് ആണോ? നീയാണോ ഓക്കെ പറയണം? കറക്റ്റ് തന്നെ. ഈ വ്യൂ കറക്റ്റ് ആണെന്ന് തോന്നുന്നത്. നെക്സ്റ്റ് ഞാൻ എടുക്കുന്ന ഈ ഒരു പൊസിഷനിൽ വെച്ചായിരിക്കും കറക്റ്റ് എടുക്കുന്നത്. ഓക്കെ ഗായ്സ്, ഞാൻ ഇതുവരെ ഈ പാറയിൽ വന്നിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശ്രദ്ധിക്കാത്തൊരു സാധനമാണ്. നോക്കിയത് കണ്ടോ? ആരെ ഒരു കാലിന്റെ ഷേപ്പിന്, അതായത് നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരോ ഒന്ന് ചവിട്ടിയതുപോലെ, ഉപ്പൂറ്റി വന്ന് താന്നതുപോലെ ഇരിക്കുന്നു. നീ കണ്ടിട്ടുണ്ടോ അവിടെ മുമ്പ്? ഇത് ഞാനും കണ്ടിട്ടില്ല. അയ്യോ, ഉണ്ണിക്കുട്ടൻ ഇവനെ പട്ടാളത്തിൽ ചേർക്കാം. എത്തി. അയ്യോ, നില്ലടാ അവിടെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? ഇനി വീട്ടിലോട്ട് പോവാ. എന്ത്? ഇനി എന്തിനാണ് നിന്റെ ആഗ്രഹം? പുറത്തെ പാറ കയറാൻ പറ്റില്ല. ഇതുവരെ നിന്നെ കൊണ്ടുവന്ന് കാണിച്ചു. അതൊന്ന് നിനക്ക് കുറച്ചുകൂടെ വലുതായിട്ട് കൊണ്ട് കാണിച്ചു. അപ്പുറം ഇറങ്ങാൻ ഭയങ്കര പാടാ. ഇവിടെ മണ്ടയിലാണ് ഇപ്പൊ. പയ്യ അവിടെ നിന്നാ മതി. എന്റെ ദൈവമേ, എവിടെ പോടാ. അതിന്റെ ഇടയിൽ വലിയ ഗ്യാപ്പാണ്. കണ്ടില്ലേ ഗൈസ്? ഇത്രയും വലിയ ഗ്യാപ്പാണ് അതിന്റെ ഇടയിൽ ചാടാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കണം. ഇതൊക്കെ വയ്യടാ. അവിടെ ഞാൻ ഇന്നലെ കയറി. നീ കണ്ടില്ലേ വ്ളോഗിൽ? ഒന്നുകൂടെ എന്തിനാ പറഞ്ഞ പോടാ. ഇന്നത്തെ ഈ വ്ളോഗ് കണ്ടിട്ട് ഇനിയിപ്പോ ആദ്യക്ക് കലിപ്പ്. ആദ്യം പറഞ്ഞു ഉമ്മാർ രണ്ടും കൂടെയാണ് പറഞ്ഞു. ഇവനെക്കാട്ടി എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞ ആദ്യം കൊണ്ടുവരാത്തതുകൊണ്ട് ഇനിയിപ്പോ ആദ്യം കലിപ്പോ. വേറൊരു ദിവസം ആദ്യം കൂടെ കൊണ്ടുവരാം അല്ലേ? ആദ്യം കൂടെ ഉണ്ടായിരുന്ന പൊളിയായിരുന്നു. ഇവിടെ വന്ന് എന്തോ ഡാൻസ് കളിക്കണം എന്ന് പറഞ്ഞ് പാറയുടെ ഉണ്ടെങ്കിൽ കാണിച്ചോളാം. അങ്ങോട്ട് പിന്നെ ഉറുമ്പ് അടിച്ച് ഉരുട്ടടെ കാര്യം. ഗൈസ്, ഭൂമിയിലെ ഒരു ജീവിയെ കൊല്ലുന്നതിന് എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഇത് നോക്കിയാണ്, കണ്ടില്ലേ? എൻ്റെ കയ്യിൽ ഒന്ന് കലിപ്പ് കാണിക്കുകയാണ്. ഞാൻ അതിനൊരു പരിപാടിയുണ്ട്, ഇപ്പം കാണിച്ചു തരാം. ഇനി ഇതിനെ നമുക്ക് പയ്യെ എടുത്ത് ഇനി മാറ്റാം. അയ്യോ, ഇതിനെ ഒന്ന് ഉപദ്രവിക്കണ്ട. എന്നെ ഉപദ്രവിച്ചാലും അതിനെ ഉപദ്രവിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഗൈസ് ഇതായിരിക്കും. പോ ഇറങ്ങി കൈയിട്ട് കടിക്കെടുക്ക ഗൈസ്. കണ്ടില്ലേ? കടിച്ചുരുട്ടി ഗൈസ്. മൊത്തം ദേഹത്ത് അത്രയും കയറി. ഹാപ്പിയായ? പോവാ ഇവിടുന്ന്. ബാക്കി ചുള്ളിയുണ്ട്, അതും കൂടെ എടുത്തിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് വിടാം. ഓക്കെ, പിടിച്ചോടാ. വെയിറ്റ് ഉണ്ടോ? അത് വീട്ടിൽ കൊണ്ടുവരണം. ഉണ്ടോ? അത്രേ ഉള്ളു. എനിക്ക് ഞാൻ ഇവിടുന്ന് അപ്പുറം വരെ ഉള്ളൂ. ബൈ. അപ്പോൾ വൈകുന്നേരം പോട്ടോ. ബൈ. ഓക്കെ, ബൈ. ഗായ്സ്, അപ്പോൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ കുറച്ച് ക്ലിപ്സ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നിങ്ങൾ പോയി കണ്ടിട്ട് വരുമ്പോഴത്തേക്കും ഇന്ന് വൈകുന്നേരം ആദ്യം എടുത്ത് നമുക്ക് പാറയിൽ പോയെന്ന് പറയാം. എന്നിട്ട് അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ടോ. ഗായ്സ്, ഇപ്പോൾ ടൈം 4:20, അതായത് ഈവനിങ് ടൈം. ഇന്നത്തെ ഡേയിൽ ഞാൻ വ്ളോഗിന്റെ കാര്യമേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തില്ല. പക്ഷേ വീട്ടിൽ പഠിക്കാൻ വന്ന 2 എണ്ണം ഉണ്ട്. ഒരുത്തന് നാളെ എക്സാം ആണ്. അപ്പൊ എല്ലാരും ഒരു കൺഗ്രാജുലേഷൻസ് അയച്ചു കൊടുക്കുക. എത്ര മാർക്കിനാണ് ടോട്ടൽ മാർക്ക്? 30 കിട്ടട്ടെ, നല്ലൊരു ബുജി ആവട്ടെ. ഓക്കെ, നിന്റെ എക്സാം കഴിഞ്ഞാടാ ഇന്ന്? എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര പാടായിരുന്നു. ഏത് എക്സാം ആയിരുന്നു? തകർത്ത് അടുക്കി വെച്ചാ? ഒരു ക്വസ്റ്റ്യൻ പറ. എക്സാമിന് വല്ല എഴുതിയാ നീ? എക്സാം എഴുതി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാരും എല്ലാം മറക്കും. ആദ്യം പറഞ്ഞ ആദ്യക്ക് മാസം ഒരു എക്സാം വെച്ചോണെന്നാണോ പറഞ്ഞത് ഇന്നലെ? ദൈവമേ, ആര് പറഞ്ഞു? നീ ഇന്നലെ പറഞ്ഞില്ലേ? അല്ല, അവന് ഡെയിലി എക്സാം വേണമെന്നാണ് അവൻ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞു, എടാ മാസത്തിൽ ഒരിക്കലാക്കാന്ന് പറഞ്ഞ അവൻ പറഞ്ഞു. പിന്നെ പരീക്ഷ വെക്കരുത്. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ എക്സാമേ വേണ്ടെന്നാണ്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? സത്യം മിസ്റ്റർ ഭാർഗവി. പൂച്ചേനെ അടിക്കണ്. എന്താടാ നോക്കുന്നത്? അയ്യോ,
ഒമ്പോ തല ചൊറിയണം. എടാ നോക്കടാ തല ചൊറിയണ്ടാ. ഇല്ല എന്നെ അടി നോക്കണ കണ്ട കാലിപ്പിട്ട് നോക്കണം. എന്നെ കണ്ട കണ്ട ദൈവമേ അന്തരടേ കലിപ്പ്. എന്റെ ദൈവമേ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. നെഞ്ചു കത്തി പോയി. യവന്മാരെ വിളി കേട്ടിട്ട് എന്റെ നെഞ്ചു കത്തി പോയി. ഹലോ ഗായ്സ്, നമ്മൾ ഭാർഗവിനെ തേടി പോവുകയാണ്. നമ്മള് ഭാർഗവിയെ തിരിച്ചു വരാൻ വേണ്ടി ഒരു പാട്ട് പാടി വിളിക്കാം. ഭാർഗവിയെ തിരിച്ചു വരൂ. ഭാർഗവി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ ഉന്നെ എന്നെ പാർക്കയിൽ കവിത ഇരുത്തത് അത് എനിക്ക് എഴുക്കയിൽ വാർത്ത ഇരുത്തത് ഓ ഭാർഗവി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. പാടറാ. ഭാർഗവി കൺമണി അല്ലടാ ഭാർഗവി. ഏത് ഭാർഗവി നിൻകോട് കാതലൻ ഞാൻ എഴുതും കടിതമേ. ആ കടിതമേ 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 എടാ കടിതമേ കഴുതമേ കഴുതമേഹവും എന്നാണ് അവൻ പറയുന്നത്. കടിതമേ എടാ മേഹവും എന്ന് പറഞ്ഞ നീയല്ലേ എടാ. അപ്പൊ കഴുതമേഹവും എന്ന് പറഞ്ഞ സോറി ആ ഫ്ലോ അങ്ങ് പോയി. ഭാർഗവിയെ കണ്ടുപിടിച്ചില്ല. ഒന്ന് കിട്ടാ വിളിയടാ. ഇത് മറ്റേ മീൻ വണ്ടിയുടെ ഹോണല്ലോ ഉണ്ടല്ലോ. ഗായ്സ് അപ്പൊ ഈ ഓടിപ്പോയ ഭാർഗവി നമുക്ക് വിളിച്ചു വരുത്താം. ഓക്കെ ബീസ് 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 വാ 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 അതാ വരുന്നത്. അതാ അയ്യോ എടുത്ത് കേട്ടോ തറയിലെടുത്ത്. ആര് കയറണ? ഞാൻ ഫസ്റ്റ് കയറട്ടെ. ഒരു ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ട ഗൈസ്. അടുത്ത അംഗം കുറിക്കാനായി നമ്മുടെ ഉണ്ണിക്കുട്ടെ ഇതാ വലിക്കാനായി അമരേന്ദ്ര ബാഹുബലി. നിക്കറൊക്കെ കീറി പോരുന്നു. പകൽ തുണികളൊക്കെ ഇവിടെ കിടക്കുന്നു. ദൈവമേ എന്താടാ എവിടെ കിളി? അടുത്ത ആദ്യം കയറ്റി ഓക്കെ ഗായ്സ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആദ്യം വന്നില്ലായിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പിന്നെ വേറെ ഷൂട്ടൊന്നും കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്നലെ അവൻ വന്നിട്ട് അവൻ്റെ റിയാക്ഷനോടെ ഈ വീഡിയോയിൽ എടുക്കാനുള്ളത്. ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് ഇന്നാണ്. സോ ഇന്ന് വൈകുന്നേരം അവൻ എന്തായാലും വരും. അപ്പോൾ ഇന്ന് നമുക്ക് അവൻ്റെ റിയാക്ഷൻ എടുക്കാം. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം അല്ലേ? സംഭവിക്കുന്നതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, ഇനി സംഭവിക്കുന്നത് നല്ലതിന്. 180 ബൈ.